ആരെങ്കിലും ഈ ഇസ്മ 206 തവണ ചൊല്ലുകയും അതിനുശേഷം ഈ പറയാൻ പോകുന്ന ദുആ ചെയ്യുകയും ചെയ്താൽ അയാളുടെ ഉദ്ദേശം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഒരു മലക്ക് ഇറങ്ങി വരികയും അയാളുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കുകയും ഭൗതികവും അഭൗതികവുമായ ഏതെങ്കിലും വിഷയത്തിൽ അവനക്ക് പ്രയാസങ്ങളുണ്ടെങ്കിൽ ആ പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട അവന്റെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ആ മലക്കിനോട് അയാൾക്ക് ആ വിഷയം അതിൽ ഇടപെടാൻ പറ്റുന്ന രൂപത്തിൽ അവന്റെ വിഷയങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. ആ രൂപത്തിൽ പറഞ്ഞു പരിചയപ്പെടുത്തിയ ഒരു ഇസ്മുണ്ട്. ആധ്യാത്മിക ലോകത്തെ സൂഫി ചക്രവാളങ്ങളിലെ അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിച്ച വലിയ വലിയ മഹാരഥന്മാരാകുന്ന നുഖബാക്കള് അവരുടെ ദിക്റാണ് ഈ ദിക്റ്. കൃത്യമായി ചൊല്ലേണ്ട രൂപത്തിൽ ഉപാധികൾ പാലിച്ചുകൊണ്ട് ഇത് ഉരുവിടാൻ തുടങ്ങിയാൽ ഉപരിലോകവും അധോലോകവും അയാൾക്ക് പാദസേവ ചെയ്യാൻ തുടങ്ങും. അള്ളാഹു അദ്ദേഹത്തിന് വലിയ അനുഗ്രഹങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. മാത്രമല്ല അവൻ ഒരാംഗ്യം കാണിച്ചാൽ മതി, പർവ്വതം പിളരും, മതിലുകൾ തകരും. അയാൾ ആരെങ്കിലും ആക്രമിക്കാൻ ശ്രമിച്ചാൽ അവരുടെ ആക്രമണങ്ങൾ അവരിലേക്ക് തന്നെ മടങ്ങിപ്പോകുകയും ചെയ്യും. പക്ഷെ ഇത് പതിവാക്കാനും ചൊല്ലേണ്ടതുപോലെ ചൊല്ലാൻ തീരുമാനിക്കുകയും വേണം. ഈ ഒരു ഇസ്മിനെ പതിവാക്കുന്നവർക്ക് അത്ഭുതങ്ങളുടെ കലവറകൾ തുറക്കപ്പെടും എന്നുള്ളതാണ്. ആ ഒരു ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നിങ്ങൾക്കൊരു പക്ഷേ ഇസ്മിനെ കുറിച്ച് ഇസ്മ ചൊല്ലുന്നവരായിരിക്കാമെങ്കിലും കൃത്യമായി മനസ്സിലാക്കി ഇത് ചൊല്ലുമ്പോൾ ചെയ്യുമ്പോൾ അതിന് നല്ല ഫലങ്ങൾ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് സാധുക്കളായി നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ നാം അനുഭവിക്കുന്ന സകല പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമുക്ക് വലിയ രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റുബൂബിയത്തിന്റെ ഭാഗമായി വരുന്ന ഒരു വിശേഷണമുണ്ട്. അതാണ് ജബ്ബാർ എന്ന് പറയുന്ന വിശേഷണം. അൽ ജബ്ബാർ, അൽ ജബ്ബാർ. എന്താണ് അൽ ജബ്ബാർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എല്ലാം അടക്കി ഭരിക്കുന്നവൻ, പരമാധികാരി, ഏകാധിപതി എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം. സമ്പൂർണനായ ജബ്ബാർ, സമ്പൂർണ്ണ പരമാധികാരമുള്ളവൻ, എല്ലാം അടക്കി ഭരിക്കുന്നവൻ, അത് അല്ലാഹു മാത്രമാണ്. പ്രപഞ്ചത്തിലെ ഏത് വസ്തുക്കൾ എടുത്തു നോക്കിയാലും അതിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അതിലൊരു അധികാരമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഏത് വിഷയങ്ങളിലും കൃത്യമായി ഇടപെടുന്നവനും, എല്ലാവരും അള്ളാഹുവിന്റെ സഹായം എല്ലാവർക്കും ആവശ്യമായി വരുന്നു. അവന് ആരുടെയും സഹായം ആവശ്യമില്ല. ആ രൂപത്തിലേക്കാണ് അള്ളാഹുവിന്റെ വിശേഷണമുള്ളത്. എന്നാൽ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ നിന്ന്, അവന്റെ അധികാര പരിധിയിൽ നിന്ന്, അവന്റെ ആ പിടുത്തത്തിൽ നിന്ന് ആർക്കും തന്നെ രക്ഷപ്പെടാനും സാധിക്കുകയില്ല. ഈ ജബ്ബാർ എന്ന് പറയുന്ന ഇസ്മിന്റെ ആ ഒരു വിശാലമായ അർത്ഥങ്ങളാണത്. അഥവാ അള്ളാഹുവാണ് ഏതു കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. പരമാധികാരം അള്ളാഹുവിനാണുള്ളത്. അള്ളാഹുവാണ് എല്ലാം നോക്കി നടത്തുന്നതും പോറ്റുന്നതും. എല്ലാത്തിനും അതിൻ്റെതായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടെല്ലാം നിയന്ത്രിച്ചു കൊണ്ടുവരുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അന സയ്യിദു വുൽദി ആദം എന്നുള്ളത്. ഞാൻ ആദം സന്തതികളുടെ നേതാവാണ് എന്ന്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യാഥാർത്ഥ്യം പറഞ്ഞതാണത്, യാഥാർത്ഥ്യം പറയലാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരുടെയും നേതാവാണല്ലോ. അതുകൊണ്ട് തന്നെ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്നെ പിൻപറ്റൽ അദ്ദേഹത്തിന്റെ ബാധ്യതയാകുമായിരുന്നു എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ ആ ഒരു രൂപത്തിൽ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ പിന്തുടരേണ്ട ഒരാവശ്യത്തിലേക്ക് എത്തിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് എല്ലാവരും പിന്തുടരുന്നത്. അതാണ് നേരത്തെ പറഞ്ഞതിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല, അവന് ഒരാളുടെയും സഹായം ആവശ്യമില്ല, ഒരാളുടെയും ആശ്രയം ആവശ്യമില്ല. പക്ഷെ അള്ളാഹുവിലേക്ക് എല്ലാവരും ആശ്രയിക്കുന്നു. അള്ളാഹുവിന്റെ സഹായം എല്ലാവരിലേക്കും ആവശ്യമായി വരുന്നു. അപ്പൊ എല്ലാ ന്യൂനതകളും അപാകതകളും തിരുത്തുകയും ഉത്കൃഷ്ട സ്വഭാവങ്ങളും ഗുണങ്ങളും ഉൾക്കൊണ്ട് ധിക്കാരിയായ ഹൃദയത്തെ നിയന്ത്രിച്ച് സൂക്ഷ്മതയും അനുസരണയും നേടിയെടുക്കാനും ഈ നാമം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ഹൃദയം ഓരോ പ്രവർത്തനങ്ങളും ചെയ്യാൻ വേണ്ടി ധിക്കാരത്തോടുകൂടെ നമുക്ക് തോന്നിപ്പിച്ചു തരുമ്പോൾ അതിനെ നിയന്ത്രിച്ച് സൂക്ഷ്മതയോടെയും അനുസരണയോടെയും നമ്മുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ അവയവങ്ങളെ, നമ്മുടെ കാലുകളെ, കൈകളെ നിയന്ത്രണ വിധേയമാക്കി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അപ്പൊ നമ്മുടെ അധികാരത്തിന്റെ ആ പരിധിയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ
ട്രാക്ക് തെറ്റി സഞ്ചരിക്കാൻ നിൽക്കുന്ന സമയത്ത് അതിനെ നിയന്ത്രണ വിധേയമാക്കാനും സൂക്ഷ്മതയോടെയും അനുസരണയോടെയും കൊണ്ടു നടക്കാനും നമുക്ക് സാധിക്കണം. അത് ജബ്ബാർ എന്ന വിശേഷണം പറഞ്ഞപ്പോൾ അതിൽ നിന്ന് നമ്മൾ പകർത്തേണ്ട ഒരു വിഷയം അതിനോട് ചേർത്തി പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ അമൂല്യമായ നാമം ജബ്ബാർ, അൽ ജബ്ബാർ എന്ന് പറയുന്ന ഈ നാമത്തിനെ ഉരുവിടാൻ ആരെങ്കിലും പതിവാക്കിയാൽ ജനങ്ങളെല്ലാം അയാളെ ആദരിക്കും എന്നുള്ളതാണ്. അൽ ജബ്ബാർ, യാ ജബ്ബാറു യാ അല്ലാഹ്, യാ ജബ്ബാറു യാ അല്ലാഹ് എന്ന്. ആരെങ്കിലും അയാളെ ആക്രമിക്കാൻ ഒരുങ്ങിയാൽ അവരുടെ മർദ്ദനം അവരിലേക്ക് തന്നെ തിരിഞ്ഞു പോകും, അവരിലേക്ക് തന്നെ തിരിച്ചെത്തുന്ന മടങ്ങിപ്പോകും എന്നുള്ളതാണ്. അപ്പോൾ അക്രമകാരികളായ ആളുകളെ തൊട്ട് പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പതിവാക്കാൻ പറ്റുന്ന ഒരു ഇസ്മ കൂടെയാണ് യാ ജബ്ബാറു യാ അല്ലാഹ് എന്നുള്ളത്. ഞാൻ എല്ലാ സമയത്തും പറയാറുണ്ട്, അസ്മാഉൽ ഹുസ്ന മുറുകെ പിടിച്ചാൽ മതി. ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും അതിൽ വലിയ ശാന്തിയും സമാധാനവും ഉണ്ട്. അപ്പോ നമുക്ക് ഏതെങ്കിലും രൂപത്തിൽ നിന്ന് അക്രമങ്ങൾ വരണം, ശത്രുക്കൾ നല്ലോണം ഉണ്ട്, ശത്രുതയുണ്ട്, അസൂയക്കാരുണ്ട്, നമ്മുടെ വളർച്ചയിൽ കുശുമ്പ് കാണിക്കുന്നവര്, ഹസദ് വെക്കുന്നവര്, ഇത്തരം ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഷർറുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് ഏൽക്കാതിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന അമൂല്യമായ ഒരു ഇസ്മാണ് യാ ജബ്ബാറു യാ അല്ലാഹ് എന്നുള്ളത്. പല വിഷയങ്ങളിലും കേസുകളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നടക്കുന്ന ആളുകളുണ്ട് അല്ലെ. മക്കള് കാരണമായിട്ട് പ്രയാസപ്പെടുന്നവര്, മക്കളുടെ അക്രമം കൊണ്ട് സഹിക്കാൻ കഴിയാത്തവര്, അതേപോലെയുള്ള പ്രയാസങ്ങളിൽ അകപ്പെടുന്നവർക്കൊക്കെ ഈ ഇസ്മ ധാരാളമായിട്ട് പതിവാക്കിയാൽ മതി. അപ്പൊ അവരെ ആക്രമിക്കാൻ വരുമ്പോ അവരുടെ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നമ്മുടെ ഭാഗത്തേക്ക് വരുമ്പോൾ അവരുടെ ഹൃദയം ആ രൂപത്തിലേക്ക്, അക്രമത്തിൽ നിന്ന് പിന്മാറുന്ന രൂപത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. ഇനി വലിയ അക്രമകാരികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരിലേക്ക് തന്നെ ഏതെങ്കിലും വഴിയിലൂടെ നമ്മിലേക്ക് വരുന്ന അക്രമം പ്ലാൻ ചെയ്തത് അവരിലേക്ക് തിരിച്ചെത്തും എന്നുള്ളതാണ്. അപ്പൊ ഈ ഇസ്മ ധാരാളമായിട്ട് പതിവാക്കി കഴിഞ്ഞാൽ ആ രൂപത്തില് അവരിലേക്ക് ആ അക്രമങ്ങളെ തിരിച്ചെത്തുകയും അയാൾക്ക് കീഴടങ്ങുന്നതും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുകയും അയാളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും ആർക്കും ധൈര്യം വരാതിരിക്കുന്നതും സ്വന്തം കാര്യം മറന്നുകൊണ്ടുവൻ അയാളെ സ്നേഹിക്കുന്നതുമാണ്. അപ്പൊ അത്രയും വിഷയത്തില് ആ ശത്രുക്കൾക്കിടയില് നല്ല സ്നേഹമുണ്ടാകാനും അവര് മിത്രങ്ങളായി മാറാനും ഈ ഇസ്മ പതിവാക്കിയാൽ മതി. നല്ല മഹത്വമുള്ള ഇസ്മാണ് ഈ ഇസ്മ. രാജാക്കന്മാർക്കും ഭരണകർത്താക്കൾക്കുമൊക്കെ ഇത് കൂടുതൽ ഫലപ്രദമാണ്. ഈ ഇസ്മ ചൊല്ലൽ പതിവാക്കിയാൽ അവരുടെ നിയന്ത്രണത്തിലുള്ള, അവരുടെ പരിധിയിൽ വരുന്ന നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ജീവിക്കുന്ന ആളുകൾ അവരനുസരിക്കുകയും ഭയപ്പെടുകയും ചെയ്യും. അയാളെ തോൽപ്പിക്കാൻ മറ്റൊരാൾക്കും ആവൂല, ആ രൂപത്തിലേക്ക് എത്തും. അപ്പൊ നമ്മൾ ഏതെങ്കിലും അധികാരങ്ങളുള്ള ആളുകളാണ്, ഏതെങ്കിലും സ്കൂളുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനങ്ങളിലോ ഒക്കെ ഒരു സീനിയർ പൊസിഷനിലുള്ള ആളുകളാണ്, സീനിയോറിറ്റി ഉള്ള ആളുകളാണ്. അപ്പൊ നമുക്ക് നമ്മുടെ താഴേക്കിടയിലുള്ള ആളുകളൊക്കെ നമ്മെ അനുസരിക്കണം, നമ്മെ ഒരു പക്വതയോടെ കാണണം, നമുക്കൊരു വാല്യൂ അവരുടെ ഇടയ്ക്ക് വേണം. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്കൊക്കെ ഈ ഇസ്മ പതിവാക്കാം. മറ്റുള്ളവരുടെ ഇടയ്ക്ക് തീരെ വിലയില്ലാതെ പുച്ഛിച്ചു തള്ളുന്ന, പരിഹസിക്കുന്ന രൂപത്തിലേക്കാണെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ ആത്മാർത്ഥമായി വിളിച്ചാൽ മതി. യാ ജബ്ബാറു യാ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മ അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് മുമ്പില് സകലരെയും കീഴടക്കിക്കൊള്ളും എന്നുള്ളതാണ്. അപ്പൊ പിന്നെ സന്തോഷത്തോടെ, സമാധാനത്തോടെ മറ്റുള്ളവർ നമ്മെ വിലയോടുകൂടെ കാണുക എന്നുള്ളത് അത് വലിയ ഇമ്പോർട്ടന്റ് തന്നെയാണ്. മറ്റുള്ളവർക്ക് മുമ്പിൽ നമുക്ക് വിലയുണ്ടാകുക എന്നുള്ളത്. വിലയില്ലെങ്കിൽ കാര്യം പോയി. നമ്മളെങ്ങനെ വന്നിട്ടും കാര്യമില്ല, ഏത് തറവാട്ടിൽ നിന്ന് വന്നിട്ടും കാര്യമില്ല. നമുക്ക് മറ്റുള്ളവർക്ക് മുമ്പിൽ വിലയുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഇസ്മ ഉപയോഗിക്കാവുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ ഇസ്മിനെ 206 പ്രാവശ്യം തവണ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചാൽ അയാൾക്ക് അള്ളാഹു വിജയത്തിന്റെയും സഹായത്തിന്റെയും പൊരുളിന്റെ ചുരുളഴിച്ചു കൊടുക്കും എന്നുള്ളതാണ്. വലിയ സഹായങ്ങൾ അള്ളാഹു അവന് ചെയ്തു കൊടുക്കും. അയാളെ ഉപദ്രവിച്ചവരെ അള്ളാഹു ഉടനടി ശിക്ഷിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇനി ഉപദ്രവിക്കാൻ വരുന്നവരെ അള്ളാഹു ഇവനെ തൊട്ട് പിന്മാറ്റുകയും ചെയ്യും. അപ്പൊ നല്ല രൂപത്തിൽ ഈ ഇസ്മിനെ പതിവാക്കിയാൽ അവർക്ക് വലിയ നേട്ടങ്ങളുണ്ട്. 206 തവണ ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും പ്രത്യേകം പതിവാക്കി. എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെ, എന്തെങ്കിലും പ്രത്യേക കേസുകളൊക്കെ നടക്കുന്ന സമയത്ത്,
കുടുംബ കോടതികളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, നമ്മുടെ മക്കളുടെ ജയിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് വലിയ കുതന്ത്രങ്ങളും പ്ലാനുകളൊക്കെ നടക്കുകയാണ്. ആ സമയത്ത് ഇത് നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളാണെങ്കിലും അവർ തമ്മിൽ തീരെ യോജിക്കുന്നില്ല. ഇന്ന് റെഡിയാവാന്ന് പറഞ്ഞു, അപ്പോൾ റെഡിയാവാൻ വേണ്ടി നോക്കുമ്പോൾ നടക്കുന്നില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ ഇസ്മിനൊന്ന് പതിവാക്കിയാലും മതി. 206 തവണ എല്ലാ നിസ്കാരത്തിന് ശേഷം ആ ഒരു പ്രത്യേക കാലയളവിൽ ഇപ്പോൾ ജാമ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടുന്നവർ ആ ഒരു സമയത്തിന് ആ പ്രത്യേക സമയം വരുമ്പോൾ അതുമുതലുള്ള നിസ്കാരങ്ങൾക്ക് ശേഷം ഒരാഴ്ച തുടർച്ചയായിട്ട് ചെയ്യുക. ഇങ്ങനെ കൃത്യമായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ റിസൾട്ട് നല്ല ഫലം ചെയ്യുമെന്നുള്ളതാണ്. അപ്പൊ ഇത്രമേൽ പവിത്രതയുള്ള ഇസ്മാണ് യാ ജബ്ബാർ യാ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മ. ഈ ഇസ്മ 206 തവണ ചൊല്ലിയിട്ട് ഒരു പ്രത്യേക ദുആ ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് ദുആ ഞാൻ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കാൻ പറ്റും, നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഴുതി കാണിച്ചിട്ട് ഞാനത് ഒരു തവണ ആ ദുആ വായിച്ചു തരും. നിങ്ങൾക്കത് അതേപോലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ വോയിസ് കേട്ടിട്ട് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ നാമം വളരെ പവിത്രതയോടുകൂടെ മനസ്സിലാക്കിയിട്ട് അത് ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചാൽ നല്ല ഫലമുണ്ടാകും. മൂസ എന്ന പേരുള്ള ആളുകളെ, അതേപോലെ തന്നെ അബ്ദുൽ ജബ്ബാർ എന്ന പേരുള്ള ആളുകളെ, ഇവർക്കൊക്കെ ഇസ്മ കൂടുതൽ ഫലപ്രദമാണ് എന്നുള്ളത് കാണാവുന്നതാണ്. അപ്പൊ ആ രൂപത്തിലൊക്കെ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കാം. അത് പതിവാക്കുന്നവർക്കോ അത്ഭുതങ്ങളുടെ കലവറകൾ തുറക്കപ്പെടും. പൂർണ്ണ ശുദ്ധിയോടുകൂടെ ജലാലി വൽ ഇക്റാം ജബ്ബാർ എന്നീ ഇസ്മുകൾ ഒരു കാർഡിൽ എഴുതി എന്നിട്ട് അത് നമ്മൾ സൂക്ഷിച്ച് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജനദൃഷ്ടിയിൽ അയാളുടെ ഗാംഭീര്യവും അയാളുടെ പക്വതയും അയാളുടെ ഭംഗിയൊക്കെ വർദ്ധിക്കുമെന്നുള്ളതാണ്. കാണുന്ന ആളുകൾക്ക് മുഴുവനും അയാളെ ആദരിക്കാനും സ്നേഹിക്കാനും തോന്നുമെന്നുള്ളതാണ്. ഇതാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത്. മറ്റുള്ളവരുടെ മുമ്പില് വില കുറഞ്ഞ് കാണുന്ന കാരണം കൊണ്ട് തീരെ തരം താണു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ ഇസ്മിനെ പതിവാക്കിയാൽ മതി. ഇത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഇസ്മാണ്. വലിയ വലിയ നുഖബാക്കളുടെ ഇസ്മാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ, ആധ്യാത്മിക ലോകത്തെ അള്ളാഹുവിന്റെ സൂഫിയാക്കളിലെ വലിയ വലിയ മഹത്തുക്കള്, ഔലിയാക്കള്, അവരിലെ നുഖബാക്കളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് യാ ജബ്ബാർ യാ അല്ലാഹ്. ജബ്ബാർ അൽ ജബ്ബാർ എന്ന് പറയുന്ന ആ ഒരു ദിക്ർ ഇസ്മ, അത് അവർ ദിക്റായിട്ട് കൊണ്ട് നടക്കുന്നതാണ്. ഉപാധികൾ പാലിച്ചുകൊണ്ട് ഇതൊരുവിടാൻ തുടങ്ങിയാൽ അവനക്ക് എല്ലാ വിഷയങ്ങളും അവരുടെ മുമ്പിൽ കീഴ്പ്പെടുകയും അവന് വേണ്ടി ഖിദ്മ ചെയ്യാൻ ഒരു പറ്റം മലക്കുകൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അല്ലാഹു അവൻ എല്ലാ വിഷയങ്ങൾക്കും വലിയ ഫത്ഹ് നൽകി കൊടുക്കും. ആക്രമിക്കാൻ നിൽക്കുന്നവരുടെ ആക്രമണങ്ങളൊക്കെ അത് ധൂളിയായി പോയി അവരിലേക്ക് തന്നെ തിരിച്ചെത്തുകയും ചെയ്യുന്നതാണ്. ഇതിന്റെ അദദ് എന്ന് പറയുന്നത് നമുക്ക് അസ്മാഉൽ ഹുസ്നയുടെ അദദുകൾ പ്രത്യേകം പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അസ്മാഉൽ ഹുസ്നയുടെ റിയാള പറഞ്ഞപ്പോൾ അസ്മാഉൽ ഹുസ്നയുടെ അദദ് ഞങ്ങൾക്ക് അറിയൂലല്ലോ എന്ന് പറഞ്ഞു. അസ്മാഉൽ ഹുസ്നയുടെ അദദുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ഒരു പർട്ടിക്കുലർ വീഡിയോ അതിനുവേണ്ടി മാത്രം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ ചാനലിൽ നോക്കിയാൽ അതിന്റെ തമ്പനയില് അസ്മാഉൽ ഹുസ്നയുടെ അദദുകൾ എന്ന് മാത്രം പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതിൽ നിന്ന് അദദുകൾ കിട്ടും. അപ്പോ ജബ്ബാർ എന്ന് പറയുന്ന ഈ ഇസ്മിന്റെ അദദ് 206 ആണ്. 206. അപ്പൊ 206 എന്ന് പറയുമ്പോൾ ജീമ് 3 ആണ്. എങ്ങനെ 206 കിട്ടുന്നത്? അറബി അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ മൂല്യങ്ങളുണ്ട്. അലിഫ് എന്ന് പറഞ്ഞാൽ 1 ആണ്, ബ എന്ന് പറഞ്ഞാൽ 2 ആണ്, ജീം എന്ന് പറഞ്ഞാൽ 3 ആണ്, ദാൽ എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ അദദുകളുണ്ട്. ആ അദദുകൾ വെച്ച് നോക്കിയിട്ടാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിനെ നമ്മൾ 786 എന്ന് പറയുന്നത്. അങ്ങനെ മുഹമ്മദ് എന്നുള്ളതിന് 92 എന്ന് പറയുന്നത്. ഓരോ ഇസ്മുകൾക്കും അങ്ങനെ ആദതുകളുണ്ട്. നിങ്ങളുടെ പേരിനും ആദതുണ്ട്, എൻ്റെ പേരിനും ആദതുണ്ട്. അതെങ്ങനെ ആദത് വന്നു? അത് അക്ഷര മൂല്യങ്ങൾ കൂട്ടി നോക്കിയിട്ട് കിട്ടുന്നതാണ്. നിങ്ങളുടെയൊക്കെ സ്വന്തം പേരുകളുടെ ആദത് നിങ്ങൾക്കറിയോ? പറ്റുമെങ്കിലൊന്ന് എടുത്തു നോക്കൂ. എത്രയാണ് അതിൻ്റെ ആദത് എന്ന് നോക്കി നോക്കാലോ നമുക്ക്. നിങ്ങളുടെയൊക്കെ പേരിൻ്റെ ആദതുകൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും ആദതും താഴെ എഴുതൂ ഇൻഷാ അല്ലാഹ്. അത് നിങ്ങൾക്ക് അറബി അക്ഷരമാലയുടെ മൂല്യങ്ങൾ അറിയണമെങ്കിൽ അറിയും. അതിന് ഗൂഗിളിലോ മറ്റ് സെർച്ച് ചെയ്താൽ അതിന്റെ മൂല്യങ്ങൾ കിട്ടും. അലിഫിൻ്റെത്, ബായിൻ്റെത് എന്താണെന്നുള്ളതൊക്കെ കിട്ടും ഇൻഷാ അല്ലാഹ്. നമ്മൾ മുമ്പൊരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഏത് വീഡിയോ എന്നുള്ളത് തിരഞ്ഞെടുക്കേണ്ടി വരും. അപ്പോ ഇതിന്റെ അക്ഷരസംഖ്യ നമ്മൾ പറഞ്ഞല്ലോ 206 ആണെന്നുള്ളത്.
അപ്പൊ ജീം എന്നുള്ളത് 3 ബാ എന്നുള്ളത് 2, അലിഫ് എന്നുള്ളത് 1, റാ എന്നുള്ളത് 200. അപ്പൊ ആകെ 206. അപ്പൊ 206 അതിന്റെ അക്ഷരസംഖ്യ. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ വലിയ വലിയ നുഖബാക്കളൊക്കെ ഓതുന്ന വളരെ പവിത്രമേറിയ ഒരു ദിക്റും കൂടെയാണ് ഈ ഇസ്മ. അപ്പൊ ഇതിന് കീഴിലുള്ള മലക്കുകൾ, ഇത് ചൊല്ലുന്നവർക്ക് ഇതിന് കീഴിലുള്ള മലക്കുകൾ, അവർക്ക് കീഴിലുള്ള നായകന്മാര്, അവരൊക്കെ ഒരുപാട് ആളുകളുണ്ട്. ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അധികാരപരിധിയിലാണ് ആ മലക്കുകളൊക്കെ ഉള്ളത്. അപ്പൊ അവരുടെ സഹായം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അവരാണ് ഈ ഓരോ വിഷയങ്ങളും കൈകാര്യം ചെയ്തു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഖിദ്മകൾ ആസ്വദിക്കാനും അനുഭവിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഓരോ നിസ്കാരത്തിന് ശേഷവും ഇത് കൃത്യമായി ചൊല്ലിയിട്ട് അതിന് ശേഷം ഒരു ദുആ ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനത് ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. ആ ദുആ ചെറുതായിട്ടാണുള്ളത്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൂം ചെയ്ത് വലുതാക്കിയിട്ട് നോക്കുകയോ മറ്റോ ചെയ്യേണ്ടി വരും. ഒരൊറ്റ സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു തവണ അത് വായിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. യാ ജബ്ബാറു അന്തല്ലദീ തജ്ബുറുൽ കസീർ وتنتقم من كل كبير قدرتك نافذة من جميع الجبابرة وعزتك لدفع ضلال المتكاثرة أنت رب الآخرة جبار ومؤنس الأبرار وبار الصغار والكبار ومصلح أمور الخلائق ومظهر سر الحقائق وسامع الرقائق والدقائق أسألك يا جبار كل كثير وناصر الأولياء بلا وزير ورافع كل صغير وحقير بسر ما أودعته في جبل رحمتك من جليل قوتك وعظيم مغفرتك ومواد محبتك أن تجعلني متوكل عليك في جميع أموري ناظرا إليك في جميع بواطن أفعالي وأقوالي واجعل ضمامي بيدك وإسلامي عليك والتجائي ومعاذي إليك يا من عز جنابه عن الفهم والإدراك وتعالى كبرياؤه على الإطلاق والإمساك أسألك بزوائد فضلك وفوائد تواتر نعمك أن ترزقني سعادة كل سعيد في دار السرور وجنبني شقاوة كل شقي في دار الغرور وخصصني بشهادة الشهداء وكل شهيد عند انبساط أنبارك يوم الوعيد إنك أنت الله الرحمن الرحيم مقرب كل بعيد وأنت أقرب إليه من حبل الوريد. يردعى إذن كيتو جليا مدي. അപ്പോൾ ഈ ജബ്ബാർ എന്ന ഇസ്മിനെ 206 തവണ അത് ചൊല്ലിയതിൻ്റെ ശേഷം ഈ ഇസ്മിനെ അതിങ്ങനെ പ്രകീർത്തിച്ച് നമ്മൾ ഈ ഒരു ദുആഉം കൂടെ ചൊല്ലിക്കഴിഞ്ഞാലാണ് ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മലക്കുകൾ ഇറങ്ങി വന്ന് അയാളുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അല്ലാഹുവിൻ്റെ പവിത്രമായ അസ്മാഉൽ ഹുസ്നയിലെ 99 നാമങ്ങൾ ഇനിയും കാണാതെ പഠിക്കാത്തവർ ഉണ്ടാകാൻ പാടില്ല. അത് മനഃപ്പാഠമാക്കണം. അത് മനഃപ്പാഠമാക്കിയവർ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എത്രയോ ആളുകൾക്ക് അസ്മാഉൽ ഹുസ്നയിലെ
99 നാമങ്ങൾ 99 തവണ ഉരുവിട്ട് പ്രത്യേകം ഒരു അമല് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ആ അമല് ചെയ്തപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. എത്രയോ ആളുകൾക്ക് കളഞ്ഞുപോയ വസ്തുക്കൾ തിരിച്ചു ലഭിച്ചത് അസ്മാഉൽ ഹുസ്ന കൊണ്ട് അമല് ചെയ്തത് കൊണ്ടാണ്. എത്രയോ ആളുകളുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയത് പൂർത്തീകരിക്കപ്പെട്ടത് അസ്മാഉൽ ഹുസ്ന ചൊല്ലിയത് കൊണ്ടാണ്. അസ്മാഉൽ ഹുസ്നക്ക് അത്രമേൽ പവിത്രതയുണ്ടോ? അതേ, അസ്മാഉൽ ഹുസ്ന അല്ലാഹുവിന്റെ നാമങ്ങളാണ്. ആ നാമങ്ങൾ മുറുകെ പിടിക്കുക എന്ന് പറയുമ്പോൾ, ആ നാമങ്ങൾ മുറുകെ പിടിക്കുക, അത് ഓതുക, അത് ചൊല്ലുക എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ വിളിക്കുകയാണ്. അള്ളാഹുവിന്റെ നാമങ്ങളാണത്. അപ്പൊ അതിലൂടെ ഓരോ വിഷയങ്ങളും നമുക്ക് പൂർത്തീകരിച്ച് കിട്ടാൻ കാരണമാകും എന്നുള്ളതാണ്. അസ്മാഉൽ ഹുസ്നയിലെ യാ ലത്തീഫിന്റെ, യാ ഫത്താഹിന്റെ, യാ റസ്സാഖിന്റെ അതേപോലെയുള്ള ഇസ്മുകളൊക്കെ വളരെ പ്രസിദ്ധമായതാണ് ഓരോ വിഷയങ്ങൾക്ക്. യാ ജാമിഉ യാ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മു കൊണ്ടുള്ള അമലുകൾ വലിയ വലിയ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്നയുടെ റിയാള എന്ന് പറയുന്ന സംഭവം അത് പൂർത്തിയാക്കി വീട്ടുക എന്നുള്ളത് അത് വലിയ ഭാഗ്യവാന്മാർക്ക് മാത്രം സാധിക്കുന്നതാണ്. ഏത് റിയാളയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? അസ്മാഉൽ ഹുസ്നയുടെ കഠിനമായ റിയാളകളുണ്ട്. മാസങ്ങളോളം വർഷങ്ങളോളം അള്ളാഹുവിന്റെ മുമ്പില് അന്നപാനീയങ്ങൾ ഒഴിവാക്കിയിട്ട് വിജനമായ സ്ഥലങ്ങളിൽ പോയി ഏകാന്തവാസം നേടിയെടുത്ത് മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങളില്ലാതെ അള്ളാഹുവിനെ മാത്രം ചിന്തയിലും പ്രവൃത്തിയിലും വാക്കിലും ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ, അവന്റെ മുമ്പിൽ ഓരോ ഇസ്മിന്റെയും ഉരുക്കഴിക്കുന്നത് റിയാള പൂർത്തിയാക്കി വിട്ടുക എന്ന് പറയും. അത് വലിയ വലിയ മഹാന്മാർ മാസങ്ങളോളം കഠിനമായി തപസ്സിരുന്ന് നേടിയെടുക്കുന്നതാണ്. എന്നാൽ സാധാരണക്കാരായ ആളുകൾക്ക്, ആധുനിക ലോകത്ത് ജീവിച്ചിരിക്കുന്ന നമുക്ക് അത്രമേൽ കോൺസെൻട്രേഷനും അത്രമേൽ ശ്രദ്ധയൊന്നും കിട്ടാത്ത നമുക്ക് ലളിതമായ രൂപത്തിൽ എങ്ങനെ അവരോടൊപ്പം എത്തില്ലെങ്കിലും ചെറിയ റിയാള നമുക്ക് എങ്ങനെ ലളിതമായ രൂപത്തിൽ പൂർത്തീകരിച്ച് വീട്ടാമെന്നുള്ളത് നമ്മൾ ഓരോ ദിവസവും പറയാറുണ്ട്. അതിന് അസ്മാഉൽ ഹുസ്നയുടെ ഓരോ ഇസ്മിന്റെയും അദദുകൾ അനുസരിച്ച് ഓരോ ഇസ്മ ചൊല്ലിയാൽ മതി. എന്നിട്ട് ആ അസ്മാഉൽ ഹുസ്ന എല്ലാ ദിവസവും ചൊല്ലിയാൽ അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടിയ അത് മുറുകെ പിടിക്കുന്നവരുടെ കൂട്ടത്തില് നമുക്ക് ഉൾപ്പെടാൻ സാധിക്കും. അപ്പൊ മല പോലെ വരുന്ന വലിയ വലിയ പ്രതിസന്ധികൾ അവന് മുമ്പിൽ അതെല്ലാം തകർന്നടിയും. അവന് പിന്നെ പ്രയാസങ്ങൾ ഉണ്ടാകൂല. ഏത് പ്രയാസങ്ങൾ വരുമ്പോഴും അവൻ അസ്മാഉൽ ഹുസ്നയിൽ ഒരു ഇസ്മ കൊണ്ട് അമല് ചെയ്യുമ്പോൾ ആ പ്രയാസങ്ങൾ അവിടെ അവസാനിക്കും. അങ്ങനെ സാധാരണക്കാർക്ക് വളരെ ലളിതമായി റിയാള പൂർത്തീകരിച്ച് വീട്ടാൻ പറ്റുന്ന നല്ല രൂപം നമ്മൾ 1-2 വീഡിയോസുകളിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇതാ ഈ വീഡിയോയിലും അത് പറഞ്ഞു. നിങ്ങൾ ചെയ്യാൻ കഴിയുന്നവർ ചെയ്യുന്നവർ മാക്സിമം നോമ്പെടുത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ, ഇപ്പം മുഹറം 1 മുതൽ 10 വരെ നോമ്പെടുക്കുന്നവരുണ്ട്. ഇനി 9ഉം 10ഉം മിക്കവാറും എല്ലാവരും നോമ്പെടുക്കും. അങ്ങനെ 9ഉം 10ഒക്കെ നോമ്പെടുക്കുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്നയുടെ ആ റിയാള, ആ നോമ്പിന്റെ സമയത്ത് ഭക്ഷണം ഒന്നും ഉണ്ടാക്കേണ്ടി വരില്ലല്ലോ. അപ്പോൾ ഒഴിവുള്ള സമയം നോക്കിയിട്ട് റിയാള പൂർത്തിയാക്കി വീട്ടുക. അമല് ചെയ്യുമ്പോൾ നല്ല ഫലമുണ്ടാകും. പ്രയാസങ്ങളൊന്നുമില്ല. അല്ലാഹ് എന്നുള്ളതിന്റെ 66 66 തവണ അല്ലാഹ് എന്നുള്ളത് പറഞ്ഞാൽ മതി. യാ കൂട്ടിയിട്ട് യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹു കഴിഞ്ഞു അതിന്റെ റിയാള. അങ്ങനെ ഓരോ ഇസ്മുകളുടെയും അദദ് എത്രയാണെന്ന് നോക്കുക. ഫത്താഹിന്റെ 489 നമുക്കറിയാം. യാ ലത്തീഫ്, ലത്തീഫിൻ്റെത് 129 നമുക്കറിയാം. അതിനനുസരിച്ച് അത് പൂർത്തീകരിച്ച് വീട്ടിയാൽ മതി. അപ്പോൾ അതിന്റെ അമലുകൾ കഴിഞ്ഞു, റിയാള കഴിഞ്ഞു. പിന്നീട് അത് മുറുകെ പിടിച്ച് അതൊരു വലിയ ആയുധമായിട്ട് കൊണ്ടു നടന്നാൽ നമുക്ക് വലിയ ഫലം ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അസ്മാഉൽ ഹുസ്ന കൊണ്ട് നമുക്ക് വലിയ നേട്ടം അല്ലാഹു നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടിയ ഒരുപാട് ആളുകളുണ്ട്. അത് കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, പ്രവാസികളൊക്കെ അസ്മാഉൽ ഹുസ്നയുടെ റിയാള വീട്ടിയത് നമ്മെ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, പ്രവാസ ലോകത്തുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നീ വലിയ സന്തോഷം നൽകണം അല്ലാഹ്, അഭിവൃദ്ധി നൽകണം റഹ്മാൻ ഇൻഷാ അല്ലാഹ്. ഇവിടെ നേരിട്ട് വന്ന പല ആളുകളും നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ എല്ലാ മുറാദുകളും ഹാസിലാക്കി കൊടുക്കട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. നമ്മുടെ നൂറെ മദീനയുടെ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നടക്കുന്നുണ്ട്. നിങ്ങൾ അതിലൊക്കെ പങ്കെടുക്കുക. നല്ല അസ്മാഉൽ ഹുസ്ന ചൊല്ലാനുള്ള നല്ലൊരു അവസരമാണ് ഇൻഷാ